ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ വന്ന ഒരു ബീറ്റ്റൂട്ട് കേക്കാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഒരു ചെറുതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോകൾ ഇട്ടില്ല. എൻ്റെ കൊച്ചുമോളാണ് എല്ലാം എനിക്ക് എഡിറ്റ് ചെയ്ത് തരണത്. അപ്പോൾ പുള്ളി ഇല്ലായിരുന്നു, അവർ ഓണ വെക്കേഷന് പോയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പം നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമലാക്കി എടുക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഇങ്ങോട്ട് നല്ലതായിട്ട് കാരമലിന് ഉള്ള പരുവായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടെ കാരമൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇറക്കി വയ്ക്കാം. ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1 കപ്പ്, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് കശുവണ്ടി ഇത്ര എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഞാൻ 1 കപ്പ് ഇട്ട് കൊടുക്കണത്. ഞാനൊരു 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കതിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ മുട്ട ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 1 കപ്പ് സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്താലും നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ടാക്കാം. പാത്രം ഞാൻ വെച്ച് കൊടുക്കുന്നത് ഓവനിലല്ല ചെയ്യുന്നത്, ഗ്യാസിലാണ്. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, വെച്ച് കൊടുക്കുന്നുണ്ട്. ചുടുത്തു. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം എല്ലായിടത്തും ആകാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി വെച്ച് കൊടുക്കാം. നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ചുട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. സൈഡൊന്ന് വിടിയിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീറ്റ്റൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്. അപ്പോൾ നമുക്ക് 1 പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതല്ല.